ഇത് വെറും ഒരു കാടല്ല, ഇത് ജീവനുള്ളൊരു ലോകമാണ്. ഇതാണ് ആമസോൺ മഴക്കാടുകൾ. പകൽ വളരെ മനോഹരമായിരിക്കും, പക്ഷെ രാത്രി വന്നാൽ കാട് ശ്വാസം പിടിച്ചടക്കും. ഇലകളുടെ ഇടയിൽ കണ്ണുകൾ തെളിയും. നദിക്കുള്ളിൽ നിഴൽ നീങ്ങിക്കൊണ്ടിരിക്കും. ചെറുതാണ് എന്ന് തോന്നുന്ന ജീവികൾ പലപ്പോഴും ഇവിടെ മരണായുധങ്ങൾ ഒളിപ്പിച്ചിരിക്കും. ഒരു തെറ്റായ നീക്കം, ഒരു നിമിഷത്തെ അശ്രദ്ധ മതി മനുഷ്യൻ വേട്ടയാടപ്പെടാൻ. ഇന്ന് നമുക്ക് കടക്കാം ആമസോണിലെ ഏറ്റവും അപകടകരമായ മൃഗങ്ങളുടെ ലോകത്തിലേക്ക്. ആമസോൺ കാടുകളിലെ യഥാർത്ഥ രാജാവ് എന്ന് വിളിക്കാവുന്നത് സിംഹത്തെയും പുലിയെയുമല്ല, മറിച്ച് ഗ്രീൻ അനാക്കൊണ്ടയാണ്. വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരുന്ന് ഇരയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഈ ഭീകരനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പാണ് ഗ്രീൻ അനാക്കൊണ്ട. ഇവയ്ക്ക് വിഷമില്ല, പക്ഷേ വിഷത്തേക്കാൾ മാരകമായ പേശിബലമാണ് ഇവയുടെ കരുത്ത്. ഒരു ശരാശരി അനക്കൊണ്ടയ്ക്ക് 20 മുതൽ 30 അടി വരെ നീളവും 250 കിലോയ്ക്കധികം ഭാരവും ഉണ്ടാകും. ഒരു വലിയ മനുഷ്യന്റെ അരക്കെട്ടിനോളം വീതി ഇവയുടെ ശരീരത്തിനുണ്ടാകും. കരയിൽ ഇവയ്ക്ക് വേഗത കുറവാണെങ്കിലും വെള്ളത്തിൽ ഇവ അതിവേഗം സഞ്ചരിക്കുന്ന അദൃശ്യ ശത്രുക്കളാണ്. ഇവ ഒളിഞ്ഞിരുന്ന് വേട്ടയാടുന്ന പാമ്പാണ്. അനാക്കൊണ്ടയുടെ കണ്ണുകളും മൂക്കും തലയുടെ മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാമ്പിന് ഒരു വലിയ ഗുണം നൽകുന്നു. ശരീരം മുഴുവൻ വെള്ളത്തിന്റെ അടിയിൽ ഒളിപ്പിച്ച് കണ്ണുകൾ മാത്രം പുറത്താക്കി ഇരയെ നിരീക്ഷിക്കാൻ ഇതിന് കഴിയും. ഒരു മാൻ പുഴയിൽ വെള്ളം കുടിക്കാൻ വരുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ ചാടി വീണാണ് ഇവ വേട്ടയാടുന്നത്. ഒരു അനാക്കൊണ്ട ഇരയെ കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കാറില്ല. പകരം ഇരയുടെ ശരീരത്തിന് ചുറ്റും തന്റെ ശക്തമായ പേശികൾ കൊണ്ട് വിരിഞ്ഞു മുറുക്കുന്നു. ഓരോ തവണ ഇര ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അനാക്കൊണ്ട പിടി മുറുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ ഹൃദയമിടിപ്പ് നിൽക്കുകയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുകയോ ചെയ്യുമ്പോഴാണ് ഇര കൊല്ലപ്പെടുന്നത്. ഒരു അനാക്കൊണ്ടയ്ക്ക് തന്റെ തലയേക്കാൾ 4 ഇരട്ടി വലുപ്പമുള്ള മൃഗങ്ങളെ വിഴുങ്ങാൻ കഴിയും. ഇവയുടെ താടിയെല്ലുകൾ വിടർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രത്യേക അസ്ഥിബന്ധങ്ങളാൽ നിർമ്മിച്ചതാണ്. ഈ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് കാട്ടുപന്നികൾ, മാനുകൾ, മുതലകൾ എന്നിവയെ പോലും ഇവ വളരെ എളുപ്പമായിട്ട് ആഹാരമാക്കുന്നു. ഒരു വലിയ ഇരയെ വിഴുങ്ങിയാൽ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അനാക്കൊണ്ടയ്ക്ക് കഴിയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? അനാക്കൊണ്ടകളിൽ പെൺപാമ്പുകളാണ് ആൺപാമ്പുകളിനേക്കാൾ വലുപ്പമുള്ളവർ. എന്നാൽ ഒരു രസകരമായ ഒരു വസ്തുത ഞാൻ പറയട്ടെ. ഇവ മുട്ടയിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് കുഞ്ഞുങ്ങളെ നേരിട്ട് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസവത്തിൽ 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് വലിയ പെൺ അനാക്കൊണ്ടകൾ ചെറിയ ആൺ അനാക്കൊണ്ടകളിനെ ഭക്ഷണമാക്കാറുമുണ്ട്. ആമസോൺ കാടുകളിലെ ഇഴജന്തുക്കളിൽ ഏറ്റവും പേടി സ്വപ്നമായ ഒന്നാണ് ആമസോണിയൻ ജയന്റ് സെന്റിപീഡ്. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാധാരണ പഴുതാരയുടെ ഒരു ഭീമാകാരമായ ഒരു രൂപമാണ് ഇത്. ഏകദേശം 1 അടി വരെ നീളത്തിൽ വളരുന്ന ഈ പഴുതാരകൾ വെറും ഒരു പ്രാണിയല്ല, മറിച്ച് അങ്ങേയറ്റം ക്രൂരനായ ഒരു വേട്ടക്കാരനാണ്. ഇവയ്ക്ക് 20 മുതൽ 40 വരെ ജോഡി കാലുകളാണ് ഉണ്ടാകുന്നത്. ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള ശരീരവും മഞ്ഞ കലർന്ന കാലുകളുമാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇവയുടെ തലയുടെ ഭാഗത്തിൽ ഫോർസിപ്പുലസ് എന്ന പ്രത്യേക അവയവമാണ് ഏറ്റവും അപകടകാരി. ഇത് കാലുകൾ പോലെ തോന്നുമെങ്കിലും സത്യത്തിൽ വിഷം കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് ഇത്. ഒരു സാധാരണ പ്രാണികളെ മാത്രമല്ല ഈ ഭീമൻ പഴുതാരകൾ വേട്ടയാടുന്നത്. എലികൾ, പല്ലികൾ, ചെറിയ പക്ഷികൾ, തവളകൾ എന്നിവയെ പോലും ഇവ ഭക്ഷണമാക്കാറുണ്ട്. ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുഹകളുടെ മുകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന പറക്കുന്ന വവ്വാലുകളെ വായുവിൽ വെച്ച് പിടികൂടാൻ ഇവയ്ക്ക് കഴിയും എന്നതാണ് സത്യം. ഇവയുടെ വിഷം മനുഷ്യരെ കൊല്ലാൻ സാധ്യത കുറവാണെങ്കിലും കടിയേറ്റാൽ ഉണ്ടാകുന്ന വേദന അസഹനീയമാണ്. കടിയേറ്റ ഭാഗത്ത് കഠിനമായ വീക്കം, പനി, വിറയൽ എന്നിവയുണ്ടാകും. ചെറിയ മൃഗങ്ങൾക്കാണെങ്കിൽ ഈ വിഷം തത്സമയം മരണം സംഭവിക്കാൻ കാരണമാകും. ഈ പഴുതാരകൾക്ക് ഭയങ്കര വേഗതയുണ്ട്. ഇര ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഇവ അതിനെ വിരിഞ്ഞു മുറുക്കി വിഷം കുത്തിവെച്ചിരിക്കും. ഇതാണ് ആമസോണിലെ ചുവന്ന കണ്ണുള്ള വേട്ടക്കാരൻ. ആമസോൺ മഴക്കാടുകളിലെ തെളിനീരിലൂടെ നിങ്ങളൊരു വഞ്ചിയിൽ പോകുകയാണ് എന്ന് സങ്കല്പിക്കൂ. ശാന്തമായ പുഴ, മുകളിൽ മനോഹരമായ പക്ഷികൾ. പക്ഷേ ആ വെള്ളത്തിനടിയിൽ അങ്ങേയറ്റം ക്രൂരനായ ഒരു വേട്ടക്കാരൻ പതിയിരിക്കുന്നുണ്ട്. അതൊരു വലിയ സ്രാവോ അല്ലെങ്കിൽ മുതലയോ ഒന്നുമല്ല, വെറും ഒരു കൈപ്പത്തിയോളം മാത്രം വലിപ്പമുള്ള പിറാന എന്ന് പറഞ്ഞ മത്സ്യമാണ്. പിറാനകളിനെ കണ്ടാൽ പാവം തോന്നും, പക്ഷെ അവ വായ് തുറന്നാൽ കഥ മാറും. മനുഷ്യന്റെ വിരലുകൾ അനായാസം കടിച്ചു മുറിക്കാൻ ശേഷിയുള്ള ബ്ലേഡ് പോലെ മൂർച്ചയുള്ള ത്രികോണാകൃതിയിലുള്ള പല്ലുകളാണ് ഇവയുടെ പ്രത്യേകത. ഇവയുടെ താടിയെല്ലുകൾക്ക് ശരീരഭാരത്തിനേക്കാൾ 30 ഇരട്ടി കൂടുതൽ കടിക്കാനുള്ള കഴിവുണ്ട്. പിറാനകൾക്ക് വെള്ളത്തിനുള്ളിൽ രക്തത്തിന്റെ മണം കിലോമീറ്ററുകൾക്കപ്പുറം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഒരു തുള്ളി രക്തം പുഴയിൽ വീണാൽ മതി,
നിമിഷങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് പിറാനകൾ അവിടെ പാനെത്തും. ഈ പിറാനകളുടെ ഈ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഷോൾ. എന്നാൽ ഈ ക്രൂരമായ ജീവി എങ്ങനെയാണ് വേട്ടയാടുന്നത്? സാധാരണയായി പിറാനകൾ തനിയെയല്ല വേട്ടയാടുന്നത്. ഒരു വലിയ ഇരയെ കണ്ടാൽ അവ കൂട്ടമായി ആക്രമിക്കുന്നു. ഒരേ സമയത്ത് നൂറുകണക്കിന് പല്ലുകൾ ഇരയുടെ ശരീരത്തിൽ ആഴത്തിലിറങ്ങുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഒരു വലിയ മൃഗത്തെ വെറും എല്ലിൻകൂട് മാത്രമാക്കി മാറ്റാൻ ഈ ജലപിശാചുകൾക്ക് സാധിക്കുന്നു. പിറാനകളിനെ കുറിച്ച് ചില തെറ്റായ ധാരണകളുണ്ട്. സിനിമകളിൽ കാണുന്നത് പോലെ പിറാനകൾ കണ്ടാലുടൻ മനുഷ്യരിനെ കടിച്ചു കൊല്ലാറുണ്ടോ? അതിനുത്തരമാണ് ഇല്ല. സത്യത്തിൽ പിറാനകൾ അത്രയും ആക്രമശക്തരാകുന്നത് ആമസോണിലെ വേനൽക്കാലത്താണ്. പുഴകളിലെ വെള്ളം വറ്റി കുറയുകയും ഭക്ഷണം കിട്ടാതാവുകയും ചെയ്യുമ്പോഴാണ് അവ അങ്ങേയറ്റം അപകടകാരിയാകുന്നത്. സാധാരണ സമയങ്ങളിൽ അവ ചത്ത മൃഗങ്ങളിനെയും ചെറിയ മീനുകളിനെയുമാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ? പിറാനകൾ ആമസോണിലെ ശുചീകരണ തൊഴിലാളികളാണ്. പിറാനകൾ വെറും ഒരു കൊലയാളി മാത്രമല്ല. ആമസോൺ നദിയിലെ ചീഞ്ഞൊഴുകുന്ന ജഡങ്ങൾ തിന്നു തീർത്ത് പുഴയെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. പ്രകൃതിയിലെ ക്ലീനിംഗ് എഞ്ചിനീയർമാരാണ് ഇവർ. ആമസോൺ കാടുകളിലെ ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം മാരകമായൊരു ജീവിയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. കാണുമ്പോൾ ഒരു ചെറിയ മിഠായി കഷ്ണം പോലെ തോന്നുമെങ്കിലും ഈ തവളയെ തൊട്ടാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മരണം സംഭവിക്കും. സാധാരണയായി വന്യജീവികൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പോയ്സൺ ഡാർട്ട് ഫ്രോഗ് മഞ്ഞ, നീല, ചുവപ്പ് ഇങ്ങനെ തിളങ്ങുന്ന നിറങ്ങളിൽ ആമസോൺ കാടുകളിൽ തലയുയർത്തി നടക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ നിറം ശത്രുക്കളെ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്നെ തൊടരുത്, തൊട്ടാൽ നീ മരണത്തിലേക്ക് പോകും. എന്നാൽ ഈ തവളകൾക്ക് ഈ പേര് വരാൻ കാരണം ആമസോണിലെ പ്രാദേശിക ഗോത്രവർഗക്കാരാണ്. അവർ വേട്ടയാടുമ്പോൾ ഈ തവളയുടെ മേലെയുള്ള വിഷം പുരട്ടിയ അമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അവ വേട്ടയാടുന്നത്. ആ വിഷം പുരട്ടിയ അമ്പുകൾ കൊണ്ട് വലിയ മൃഗങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ വീഴ്ത്താൻ അവയ്ക്ക് കഴിയാറുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ തവളകളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഗോൾഡൻ പോയ്സൺ ഫ്രോഗിനാണ്. വെറും 2 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഈ ഒരു കുഞ്ഞൻ തവളയുടെ ശരീരത്തിലുള്ള വിഷം മതി 10 മുതൽ 20 മുതിർന്ന മനുഷ്യരിനെ കൊല്ലാൻ. ഇതിന്റെ തൊലിപ്പുറത്തുള്ള ബെട്രാക്കോടോക്സിൻ എന്ന വിഷം നാഡീവ്യൂഹത്തെ തളർക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവയുടെ വലുപ്പം എന്ന് പറയുന്നത് 1 മുതൽ 6 സെന്റിമീറ്റർ വരെയാണ്. പകൽ സമയത്താണ് ഈ ജീവി കൂടുതലും സജീവമായിരിക്കുന്നത്. ഇവയെ കൈകൊണ്ട് തൊടുന്നത് പോലും ചർമ്മത്തിലൂടെ വിഷം ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ കാരണമാകും. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ആമസോൺ കാടിലെ ഭയാനകമായൊരു ലോകമാണ്. 7 മിനിറ്റിലധികം നീളമുള്ള ഈ യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആമസോൺ വെറും ഒരു വനമല്ല, അത് അതിജീവനത്തിന്റെ വലിയൊരു പരീക്ഷണശാലയാണ്. അവിടെയുള്ള ഓരോ ജീവിയും, അതൊരു കൊച്ചു തവളയായാലും ഭീമാകാരനായ അനാക്കൊണ്ടയായാലും, തങ്ങളുടെ നിലനിൽപ്പിനായി കൃത്യമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജീവികൾ മനുഷ്യരെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന വില്ലന്മാരല്ല, മറിച്ച് തങ്ങളുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ കാവൽക്കാരന്മാരാണ്. നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.